കാൽപന്തുകളിൽ അത്രമേൽ ആകർഷണമായി പന്തുരുട്ടിയ താരങ്ങളുണ്ട്. ഫുട്ബോളിന് പ്രിയം വെക്കുന്നവർക്ക് കണ്ടു മതിമറക്കാൻ വർണ്ണങ്ങൾക്കതീതമായ കാഴ്ചയൊരുക്കിയവർ. വേൾഡ് കപ്പ് വെറുമൊരു പന്താട്ടമല്ല, അത് രാജ്യങ്ങളുടെ സ്വപ്നങ്ങളും തലമുറകളുടെ വികാരങ്ങളും ചേർന്ന ഒരു മഹാകാവ്യമാണ്. ആ കാവ്യത്തിൽ ബ്രസീലിൻ്റെ അധ്യായങ്ങൾ എഴുതപ്പെട്ടത് സ്വർണ്ണമഷിയിൽ തന്നെയാണ്. ആ മഷിയുടെ പുതിയ അക്ഷരമായാണ് നെയ്മർ ലോക ഫുട്ബോളിൽ ഉദിച്ചു നിന്നത്. എന്നാൽ 2026 വേൾഡ് കപ്പ് കടന്നു വരുമ്പോൾ നെയ്മർ എന്ന സ്വരം തൻ്റെ സ്വപ്നത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. ആയകാലത്ത് ഫുട്ബോൾ ലോകത്ത് ആ മനുഷ്യനുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ലല്ലോ. അയാളാൽ ആനന്ദ സ്മൃതിയിൽ ലയിച്ചത് എത്ര തവണ എന്നറിയില്ല. നെയ്മറിൻ്റെ നീക്കങ്ങളാൽ എതിരാളികൾ അയാൾക്ക് മുന്നിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചു. നിർണായക ഘട്ടങ്ങളിൽ ആ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു. എന്തിന്, മറ്റ് ആരാധകർ പോലും ആ മനുഷ്യൻ്റെ കളിയഴകിനെ രഹസ്യമായി പ്രണയിച്ചില്ലേ. നെയ്മർ എന്ന മനുഷ്യൻ്റെ അഴിഞ്ഞാട്ടം അത്രമേൽ സുന്ദരമായിരുന്നു. കഴിഞ്ഞു കടന്ന നല്ല കാലത്തെക്കുറിച്ച് ഓർക്കാൻ എത്ര സുന്ദരമാണല്ലേ. അന്നനുഭവിച്ച അനുഭൂതി ഗന്ധം പടർത്തി വീണ്ടും കടന്നു. അയാളുടെ നല്ല കാലത്തിന് കാലിന് പോലും അസൂയ തോന്നി തുടങ്ങി. പതിയെ കാലിൻ്റെ കരുക്കൾ അയാളെ വേട്ടയാടി. ബാഴ്സയിൽ നിന്ന് PSG ചെക്കേറിയതോടെ നെയ്മറിൻ്റെ നല്ല കാലം പതിയെ അവസാനിച്ചു. ചെറിയ തോതിൽ തിളക്കമുണ്ടായിരുന്നെങ്കിൽ പഴയ ജ്വലനമില്ലായിരുന്നു. അയാൾ മാനസികമായും ശാരീരികമായും തളർന്നു തുടങ്ങി. പഴയ ഉശിരോടെ ആരാധകർ അയാളിൽ ഉയിർത്തെഴുന്നേൽപ്പ് പലതവണ പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം വിരളമായിരുന്നു. പരിക്കുകളുടെ കൂട്ടം കൂടിയുള്ള ആക്രമണം തുടർക്കഥയായി കൂടി. പരിക്കുകൾക്ക് ശേഷം പരിക്കെന്ന ക്രമം അയാളിൽ നെയ്മറിനെ തകർത്തു. ഇത്രത്തോളം പരിക്കുകൾക്കിരയായ മറ്റൊരു ഫുട്ബോൾ താരത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? പരിക്കുകളുടെ പിരിമുറുക്കത്തിൽ ഉലയാതെ വീണ്ടും പച്ചപ്പുൽ മൈതാനത്തേക്ക് ബൂട്ടുകെട്ടിയിറങ്ങാൻ നെയ്മർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ മോഹിക്കുന്നതും അത്രമേൽ സുന്ദരമായി നേടാൻ ആഗ്രഹിക്കുന്നതുമായ എന്തോ ഒന്ന് ഫുട്ബോൾ ലോകത്തുണ്ട്. അത് വേൾഡ് കപ്പ് തന്നെയാണ്. നെയ്മറിൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റു താരങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്: നെയ്മറിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഫുട്ബോളിൽ നിന്ന് എന്നേ പടിയിറങ്ങുമായിരുന്നു. പരിക്കുകളുടെ വേവലാതി അയാൾക്ക് വേലി വെക്കുന്നില്ല എന്ന കാര്യം പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും കൂടുതലായി ഉത്കൃഷ്ടതയോടെ നോക്കിക്കാണുക. നെയ്മർ വേൾഡ് കപ്പിനായി ഒരുങ്ങുന്നത് അത്രമേൽ തീക്ഷ്ണതയോടെയാണ്. പരിക്കിന് പിടിയിലാവുകയും പിന്നീട് സുഖം പ്രാപിച്ചതുമായ ഒരു ചിറ്റപ്പുലിയുടെ മുന്നിലേക്ക് ചെല്ലാൻ ഉച്ചയുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കാണിക്കുമോ? ഇല്ലല്ലേ. എന്തോ ഒരു ഭയം തോന്നുന്നില്ലേ? തോന്നണം. ഭയമാണ് അയാൾക്കെതിരെ ചലനമെടുക്കുന്ന ഓരോ എതിരാളികളും നേരിടാൻ പോകുന്നത്. എന്തിനാണ് ആ മനുഷ്യനെ ഇത്ര പരിക്കുകളാൽ പരീക്ഷിക്കുന്നത് എന്നറിയില്ല. റെലഗേഷൻ്റെ തട്ടിൽ നിന്നും പരിക്കിൻ്റെ വേദന കടിച്ചമർത്തിയാണ് ആ മനുഷ്യൻ സാന്റോസിനെ കൈപ്പിടിച്ചുയർത്തിയത്. അതെ, അവസാന 4 മത്സരങ്ങളിൽ 4 ഗോളുകളും ഒരു അസിസ്റ്റും അയാൾ സ്വന്തമാക്കി. വിധിയെപ്പോലും വിറപ്പിക്കുന്ന വരവായിരുന്നു സുൽത്താൻ്റേത്. വേൾഡ് കപ്പിലേക്ക് നെയ്മർ മടങ്ങി വരുമ്പോൾ ഒരു സീനിയർ താരം എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വവും ഉത്കൃഷ്ടതയും ടീമിൽ കാണിക്കേണ്ടി വരും. ബ്രസീൽ ടീം ആയിട്ടുള്ള അയാളുടെ ഇപ്പോഴത്തെ ബന്ധം ഒരു ദീർഘകാലത്തിൻ്റെ പരിമിതിയുണ്ട്. അത് തരണം ചെയ്യാനും തയ്യാറാണ്. സ്വർണ്ണക്കപ്പിൽ നോട്ടമിട്ടിട്ടുമുണ്ട്. അടങ്ങാത്ത മോഹഭാരത്താൽ കാനറിപ്പടയെ കൈപ്പിടിച്ചുയർത്താനായി സുൽത്താൻ പഴയ ഉശിരോടെ, പഴയ വാശിയോടെ, അന്നുമിന്നും അലട്ടുന്ന സ്വപ്നത്തോടെ ഒരു മരണാനന്തര പോരാട്ടത്തിന് അയാൾ തയ്യാറെടുക്കുകയാണ്. ബ്രസീൽ ടീമിനായി 178 മത്സരങ്ങളിൽ 79 ഗോളുകൾ. 2014 വേൾഡ് കപ്പിൽ 5 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ നേടിയിരുന്നു, ഒരു അസിസ്റ്റും. 2018 വേൾഡ് കപ്പിൽ 5 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും 2 അസിസ്റ്റുകളും. 2022 ഖത്തർ വേൾഡ് കപ്പിൽ 3 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും ഒരു അസിസ്റ്റും. ടോട്ടൽ കണക്ക് ഇപ്രകാരമാണ്: 13 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 4 അസിസ്റ്റുകളും. ഇതാണ് ഇന്നേ വരെ നെയ്മറിൻ്റെ കരിയറിലെ വേൾഡ് കപ്പിൻ്റെ കണക്കുകൾ. 2023 ബ്രസീലിൻ്റെ യോഗ്യതാ മത്സരത്തിൽ നെയ്മർ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ പരിക്കിന് പിടിയിൽ 2 വർഷത്തോളം നാഷണൽ ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. നെയ്മർ 2026 വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊരു യോദ്ധാവിൻ്റെ അവസാന യുദ്ധമാകാൻ സാധ്യതയുണ്ട്. 2026 എന്നത് നെയ്മറിൻ്റെ കിതാബിലെ അവസാനത്തെ അധ്യായമാണ്. അധ്യായം അത്രമേൽ ഭംഗിയോടെ എഴുതി ചേർക്കേണ്ടത് അയാൾക്ക് നിർബന്ധവുമാണ്. വേൾഡ് കപ്പ് ലഭിച്ചാൽ അതൊരു കിരീട നേട്ടം മാത്രമല്ല,
മറിച്ച് കാലങ്ങളായി ഹൃദയത്തിൽ മുട്ടിട്ട് നടന്ന ഒരു സ്വപ്നത്തിൻ്റെ ഗന്ധം പടർത്തിയുള്ള വിരിയൽ കൂടെയായിരിക്കും തൻ്റെ കരിയറിലെ സമാപനവാക്യവും. മറിച്ച് മറ്റൊന്ന് സംഭവിച്ചാൽ അയാളുടെ ശ്രമങ്ങൾ ബ്രസീലിയൻ ചരിത്രത്തിൽ എഴുതി ചേർക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നെയ്മർ ഒറ്റയാന പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്ന് പറയുന്നതിൽ അതിശയമില്ല. അന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ അയാൾ നടത്തിയ പ്രകടനം ശ്രദ്ധേയമാണ്. നെയ്മറിനെ പിടിച്ചു കെട്ടാൻ കഴിയാതെ അർജന്റീനൻ താരങ്ങൾ അലഞ്ഞത് നാം കണ്ടതാണ്. എല്ലാത്തിനും ഒരേ ഒരു കാരണം, നെയ്മറിൻ്റെ നിശ്ചയദാർഢ്യം. തന്നെ വേട്ടയാടിയ പരിക്കുകളെല്ലാം പല്ലിളിച്ച് കാട്ടുമ്പോൾ അയാൾക്കൊന്ന് ചിരിക്കണം. വെറുമൊരു ചിരിയല്ല, ശത്രുരാജ്യങ്ങളെ കീഴടക്കിയ രാജാവിൻ്റെ ചിരി. തൻ്റെ കീഴിൽ തൻ്റെ രാജ്യം ഒരു കിരീടം ഉയർത്തുക എന്ന സ്വപ്നം മാത്രമാണ് അയാൾക്ക് ബാക്കിയുള്ളത്. അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും നെയ്മർ തയ്യാറാണ്. സാന്റോസിൽ കളിക്കുന്നതിനിടെ നെയ്മറിനെ ബാധിച്ച പരിക്ക് വേൾഡ് കപ്പ് കളിക്കുന്നതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താരത്തിൻ്റെ സർജറി പൂർണ്ണമായിട്ടുണ്ടെന്നും ഇനി തൻ്റെ ലക്ഷ്യം ലോകകപ്പാണെന്നും നെയ്മർ അറിയിച്ചിരുന്നു. ബ്രസീലിൻ്റെ കോച്ചായിരുന്ന ആൻജലോട്ടി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം നെയ്മർ ബ്രസീലിയൻ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചിരുന്നില്ല. പരിക്കുകളുടെ നീണ്ട നിഴലുകൾ മറികടന്ന് 26 വേൾഡ് കപ്പിലേക്കുള്ള നെയ്മറിൻ്റെ നീക്കം ഫുട്ബോൾ ലോകത്തിന് തന്നെ പ്രതീക്ഷയുടെ കഥയാണ്. തുടർച്ചയായ പരിക്കുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ പരീക്ഷിച്ചെങ്കിലും അചഞ്ചലമായ മനോബലവും ശാസ്ത്രീയമായ റിഹാബിലിറ്റേഷനും അനുഭവ സമ്പത്തും എന്നിവ നെയ്മറെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ബ്രസീലിൻ്റെ ആക്രമണത്തിന് സൃഷ്ടിയും ക്യാപ്റ്റൻസിയുടെ ഭാരം വഹിക്കുന്ന നേതൃഗുണങ്ങളും നൽകുന്ന നെയ്മർ ഫിറ്റ്നസ് വീണ്ടെടുത്ത് മൈതാനത്തിലേക്ക് മടങ്ങി വന്നാൽ 26-ൽ ബ്രസീലിൻ്റെ കിരീട സ്വപ്നങ്ങൾക്ക് കരുത്താകുമെന്ന കാര്യം തീർച്ചയാണ്. പരിക്കുകളെ വകഞ്ഞുമാറ്റി വീണ്ടും ലോകകപ്പ് വേദിയിലേക്ക് എത്താനുള്ള ഈ ശ്രമം അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രതിഭയേക്കാൾ വലുതായ ആത്മവിശ്വാസത്തിൻ്റെ തെളിവാണ്. കാലൻ്റെ കുരുക്കിൽ നിന്നും കരകയറി നെയ്മർ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ.